ഹരിയാനയിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു, ഒരു സീറ്റിൽ ബി.ജെ.പി ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. ജമ്മു കാശ്മീരിൽ ഇപ്പോഴും കോൺഗ്രസ് NC സഖ്യം 2 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ബി.ജെ.പി ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നു. ഇത് പോസ്റ്റൽ വോട്ടാണ്, പക്ഷേ ട്രെൻഡിലേക്ക് കടക്കണമെങ്കിൽ തീർച്ചയായും വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങേണ്ടതുണ്ട്. പക്ഷേ അപ്പോഴും വലിയ അഭിലാഷ്, ഇപ്പോൾ ഹരിയാനയിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാൻ പോകുന്നു ബി.ജെ.പിക്കെതിരെ. അത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണല്ലോ. ഭരണവിരുദ്ധ വികാരം ഏറ്റവും ആദ്യം പ്രതിഫലിക്കുന്നത് പോസ്റ്റൽ ബാലറ്റുകളിലാണ്. അതാണ് ഇപ്പോൾ കാണുന്നത്. ഹരിയാനയിൽ 4 സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുകയാണ്. 2014 ശേഷം അധികാരത്തിലേക്ക് എത്താൻ സാധിക്കാതിരുന്നിട്ടുള്ള കോൺഗ്രസ് അങ്ങനെ ഹരിയാനയിൽ അധികാരത്തിൽ തിരിച്ചെത്തുന്നതിന്റെ സൂചനയുടെ ആദ്യ ഫലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 4 സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു, ബി.ജെ.പി ഒരു സീറ്റിൽ. ജമ്മു കാശ്മീരിൽ ഇതാ കോൺഗ്രസ് സഖ്യം 3 മുന്നിട്ട് നിൽക്കുകയാണ്. അതേസമയം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ജമ്മു മേഖലയിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ബി.ജെ.പി ഇപ്പോൾ ഒരിടത്ത് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ 4 മണ്ഡലങ്ങളിൽ നിന്നുള്ള ലീഡ് നിലയാണ് പ്രേക്ഷകരിലേക്ക് ലീഡ് നിലയുണ്ട്. 5 സീറ്റിൽ കോൺഗ്രസും 2 സീറ്റിൽ ബി.ജെ.പിയുമാണ് ലീഡ് ചെയ്യുന്നത്. ജമ്മു കാശ്മീരിൽ ഇപ്പോൾ തന്നെ ബി.ജെ.പി പറയുന്നത് 35 സീറ്റുകൾ അവർക്ക് നേടാൻ കഴിയുമെന്നാണ്. അതായത് ജമ്മു മേഖലയിൽ മാത്രമാണല്ലോ ബി.ജെ.പിക്ക് സീറ്റ് കിട്ടുക. അവിടെ 35 സീറ്റുകളാണ് ബി.ജെ.പി പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എക്സിറ്റ് പോൾ പരമാവധി 30 സീറ്റുകൾ വരെയാണ് നൽകിയിട്ടുള്ളത്. 3 സീറ്റിൽ കോൺഗ്രസ് NC സഖ്യം ജമ്മു കാശ്മീരിൽ ലീഡ് ചെയ്യുകയാണ്. 1 സീറ്റിലാണ് ബി.ജെ.പി ലീഡ് ചെയ്യുന്നത്. ഹരിയാനയിൽ 5 സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുകയാണ്. 2 സീറ്റുകളിൽ ബി.ജെ.പി ലീഡ് ചെയ്യുന്നു. JJP-യോ INLD-യോ ആം ആദ്മി പാർട്ടിയോ 1 സീറ്റിൽ പോലും ലീഡ് ചെയ്യുന്നില്ല. 3 സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു ജമ്മു ആൻഡ് കാശ്മീർ. ബി.ജെ.പി 1 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. തീർച്ചയായും ജമ്മു കാശ്മീരിൽ കാശ്മീർ വാലിയിൽ കേവലം 19 സ്ഥാനാർത്ഥികളെ മാത്രം മത്സരിപ്പിക്കുമ്പോൾ പോലും അധികാരം പിടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അതിനൊരു കാരണമുണ്ട്, സ്വതന്ത്രമുണ്ട്. അത് മാത്രമല്ല ഈ എഞ്ചിനീയറുടെ പാർട്ടി അവിടെ എഞ്ചിനീയറുടെ പാർട്ടിയുമായി കൂടി ചേർന്ന് മറ്റുള്ളവർ, അതായത് നില ലീഡ് മാറുകയാണ്. കോൺഗ്രസ് NC സഖ്യം മറ്റുള്ളവർ 1 എന്ന് പറയുമ്പോൾ കാശ്മീർ വാലിയിൽ സ്വതന്ത്രരെ നിർത്തിക്കൊണ്ട് ആ സ്വതന്ത്രർ എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്തുണ ബി.ജെ.പിക്ക് നൽകും എന്നുള്ളതാണ്. അതാണ് ഈ 35 സീറ്റുകൾ ഞങ്ങൾക്ക് ഹരിയാനയിലും മാറുകയാണ്. ഹരിയാനയിൽ ഇതാ 8 കോൺഗ്രസ്, ബി.ജെ.പി 3 8 അതായത് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുകയാണോ? ഒരിടത്ത് മറ്റുള്ളവർ ലീഡ് ചെയ്യുന്നുണ്ട്. ഹരിയാനയിൽ 3 ബി.ജെ.പി ലീഡ് ചെയ്യുമ്പോൾ 8 കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. ഇത് ആദ്യ സൂചനയിൽ തന്നെ കോൺഗ്രസിന് ഇത്രമാത്രം പോസ്റ്റൽ ബാലറ്റ് ലീഡ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ 50ഓളം സീറ്റുകളിലേക്ക് കോൺഗ്രസിന്റെ ലീഡ് പോകും എന്നുള്ളത് ആദ്യ സൂചന. ഞാൻ പറയുകയാണ്, ഹരിയാനയിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്, കർഷകരുടെ ഒരു വലിയ വികാരമുണ്ട്, ഗുസ്തി താരങ്ങളുടെ ഒരു വലിയ വികാരമുണ്ട്, ഇതെല്ലാം അഗ്നിവീറുണ്ട്. അങ്ങനെ ആ വികാരങ്ങൾ ഒന്നിച്ച് ചേർത്തുകൊണ്ടാണ് അവിടെ കോൺഗ്രസിന്റെ പ്രചാരണം നടന്നത്. രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ റാലികളിൽ പങ്കെടുത്തത്. മോദി പിന്നോട്ടായിരുന്നു. മോദി പ്രഭാവം രാജ്യത്ത് മങ്ങുന്നു എന്നതിന്റെ അടുത്ത സൂചനയിലേക്ക് ഹരിയാന പോകുമ്പോൾ ജമ്മു കാശ്മീരിൽ ഈ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞത് ഏത് രീതിയിലാണ് അവിടെ പ്രതിഫലിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അവിടെ പക്ഷേ ബി.ജെ.പിയുടെ തന്ത്രങ്ങളുണ്ട്. തന്ത്രപരമായി അധികാരത്തിൽ എത്തുന്നതിന്റെയും ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് ആ സംസ്ഥാനത്തെ കൊണ്ടുപോകുന്നതിന്റെയും ഒക്കെയുള്ള സൂചനകളുണ്ട്. അവിടെയാണ് ഈ 5 പേരെ നോമിനേറ്റ് ചെയ്യുവാനുള്ള ഒരു അഭ്യൂഹം പരക്കുന്നത്. എന്തായാലും ജമ്മു കാശ്മീരിലെ ജനങ്ങൾ അതിശക്തമായി വിധിയെഴുത്ത് നടത്തി. അവിടെ ജനാധിപത്യം പുലരണമെന്ന്, ജനാധിപത്യം പുലരുകയും ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ജമ്മു കാശ്മീരിലെ ജനതയെ ഭരിക്കുകയും വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 63%-ലധികം വോട്ട് രേഖപ്പെടുത്തിയത്. കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഒന്നുമില്ലാതെയാണ് ആ വോട്ടെടുപ്പ് പൂർത്തിയായത്. അവിടെ ഇതാ കോൺഗ്രസ് NC സഖ്യം അത് കേവല ഭൂരിപക്ഷം എന്ന 46-ലേക്ക് അല്ല എങ്കിൽ 48-ലേക്ക് മറികടക്കുന്ന തരത്തിലേക്ക് എത്താൻ സാധിക്കുമോ എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം. പക്ഷേ ഈ ട്രെൻഡ് സെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ്, ബി.ജെ.പി വിരുദ്ധമായ ഒരു ട്രെൻഡ് എന്ന് തന്നെയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്നും ഹരിയാനയിൽ നിന്നുമുള്ള ഫലങ്ങൾ. ജമ്മു കാശ്മീരിൽ PDP ഒരുപാട് പിന്നോട്ട് പോയാൽ കോൺഗ്രസും NCയും തമ്മിലുള്ള സഖ്യം 46-ലേക്ക് എത്തുവാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം PDP ഒരു 8 or 9 സീറ്റുകളൊക്കെ പിടിക്കുകയാണെങ്കിൽ 46-ൽ നിന്ന് താഴോട്ട് ചിലപ്പോൾ കോൺഗ്രസും NCയും പോയേക്കാം. പക്ഷേ അവിടെ മറ്റൊരു കാര്യമുണ്ട്. ജമ്മുവിൽ ബി.ജെ.പി ഒരുപാട് താഴെ പോയാൽ 20 സീറ്റുകളിലും താഴേക്ക് ബി.ജെ.പി ജമ്മുവിൽ പോയാൽ അങ്ങനെയും വരാമല്ലോ ജമ്മു മേഖലയിൽ മാത്രം. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് NC സഖ്യത്തിന് വളരെ എളുപ്പമായി 46-ലേക്ക് എത്തുക എന്നുള്ളത്. അവിടെ പിന്നെ ഈ 5 അംഗങ്ങളുടെ നോമിനേഷൻ വഴിയൊന്നും ബി.ജെ.പിക്ക് ഭരണം പിടിക്കുവാൻ കഴിയുകയില്ല. പിന്നെയുള്ളത് ഈ സ്വതന്ത്രന്മാരുടെ സാന്നിധ്യമാണ്. അതായത് 61 സീറ്റിൽ മാത്രമാണ് ജമ്മു കാശ്മീരിൽ മത്സരിക്കുന്നത് ബി.ജെ.പി. ബാക്കിയുള്ളിടത്ത് സ്വതന്ത്രന്മാർക്ക് പിന്തുണ കൊടുക്കുന്നു. മറ്റു പാർട്ടികൾ തന്നെ ഒരുപാടുള്ള ഒരു സംസ്ഥാനമാണ്. അവർക്കൊക്കെ ബി.ജെ.പിയുടെ പിന്തുണയാണുള്ളത്. തീർച്ചയായും അതായത് വോട്ട് നാഷണൽ കോൺഫറൻസിന്റെ അടക്കം വോട്ട് ചോർത്താനുള്ള തന്ത്രങ്ങൾ ബി.ജെ.പി മെനഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചത് എന്ന് വിലയിരുത്തപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഇതാ ജമ്മു കാശ്മീരിലെ 8
8 മണ്ഡലങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസ് NC സഖ്യം മുന്നിട്ട് നിൽക്കുമ്പോൾ BJP 4 മുന്നിട്ട് നിൽക്കുന്നുണ്ട്. മറ്റുള്ളവർ സ്വതന്ത്രർ ഏറ്റവും നിർണായകമാകുന്ന, ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, 300-ലധികം സ്വതന്ത്രർ മത്സരിക്കുമ്പോൾ 10 പേരെങ്കിലും വലിയ സ്വാധീനമുള്ള സ്വതന്ത്രർ ആണ്. അവരിതാ PDP ആദ്യമായി ചിത്രത്തിലേക്ക് വരുന്നുണ്ട്. ഒരു മണ്ഡലത്തിൽ PDP മുന്നിട്ട് നിൽക്കുന്നുണ്ട്. 2014 BJP-യുമായി ചേർന്നുകൊണ്ട് സർക്കാർ രൂപീകരിച്ചതാണ്. 2018-ലാണ് ആ സഖ്യം പൊളിഞ്ഞുപോയത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറാൻ സാധിച്ച PDP-ക്ക് ഇത്തവണ കാര്യമായ റോളില്ല തെരഞ്ഞെടുപ്പിൽ എന്ന് നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നു. ഹരിയാനയിൽ വ്യക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന കോൺഗ്രസിനെയാണ് ഇപ്പോൾ കാണുന്നത്. 11 സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് 11 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഒരു സീറ്റിൽ CPM-ഉം കോൺഗ്രസും ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. BJP 6 സീറ്റുകളിൽ ലീഡ് ചെയ്യുമ്പോൾ മറ്റു പാർട്ടികൾക്ക് ഒരു സീറ്റിൽ പോലും ലീഡ് നേടാൻ കഴിഞ്ഞിട്ടില്ല. അതായത് JJP-യുടെയും INLD-യുടെയും